ഷോണ്, യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഞാൻ അല്പം മുമ്പാണ് അവിടുത്തെ വനം വകുപ്പ് കാളിയാർ റേഞ്ച് ഓഫീസർ ടി കെ മനോജുമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് യാതൊരു രേഖകളുമില്ല ഇതുമായി ബന്ധപ്പെട്ട്. നമ്മുടെ ടി കെ മനോജിന്റെ ശബ്ദത്തിലേക്കൊന്ന് പോകാം വളരെ പെട്ടെന്ന്, അതിനുശേഷം ഷോണ് സംസാരിക്കാം. ഈ കൈവശ ഭൂമിയിലാണോ സാറേ ശരിക്കും കുരിശ് വെച്ചിരുന്നത്? അല്ല, വനഭൂമിയിലാണ്. അവിടെ ഉറപ്പാണല്ലേ? രേഖകളൊക്കെ ഉള്ള അല്ലേ? വനഭൂമിയിലാണ്. അവരുടെ അവകാശം കൈവശ ഭൂമിയിലാന്നുള്ളതാണല്ലോ അവകാശവാദം. അവരെ യാതൊരു രേഖയില്ലല്ലോ, അവരവരുടെ കൈവശമാണെന്നുള്ളതല്ലേ. ആധികാരികമായിട്ടുള്ള ഈ രേഖയൊന്നും ഇല്ലല്ലോ. എന്തായാലും ഇനി അവരെങ്ങനെ വന്നാൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകും അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് നമുക്ക് നിർദ്ദേശം ലഭിച്ചേക്കുന്നത്. ഷോണ, ഇതിപ്പോൾ സംസാരിച്ചത് വനം വകുപ്പിന്റെ കാളിയാർ റേഞ്ച് ഓഫീസർ ടി കെ മനോജാണ്. അവർ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് വനം വകുപ്പിന്റെ ഭൂമിയാണ്, രേഖകളെല്ലാം അവരുടെ കൈവശമുണ്ട് എന്നത്. എങ്ങനെയായിരിക്കും ഇനിയുള്ള നടപടി? അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പണ്ട് മുതലേ, ഇപ്പോഴല്ല, കാലാകാലങ്ങളായി, പതിറ്റാണ്ടുകളായി കുടിയേറ്റ കർഷകനെ കയ്യേറ്റക്കാരൻ എന്ന് വിളിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. 1977 മുമ്പ് കുടിയേറിയ കർഷകൻ, ഇവരൊന്നും കർഷകൻ കുടിയേറിയതൊന്നും ഈ വനം വെട്ടിത്തെളിച്ച് വനം കൊള്ളയ്യാൻ വേണ്ടി കയറിയതല്ല. ഇവിടുത്തെ കർഷകനെ ഈ നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടായപ്പോൾ ഈ നാട്ടിൽ വിതയ്ക്കാനും കൊയ്യാനും, അത് മാത്രമല്ല കൃഷിയിലേക്ക് കർഷകരെ സർക്കാർ തന്നെ പ്രചോദനം കൊടുത്താണ് ഈ കുടിയേറ്റ കർഷകർ ഈ മലയോരങ്ങൾ മുഴുവൻ കയറി കൃഷി ചെയ്തതും ഈ നാട്ടില് സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നാട് വന്നതും. അപ്പൊ അവിടെ കുടിയേറ്റ കർഷകന്റെ കൈവശ ഭൂമിയെ പൂർണ്ണമായും വനവൽക്കരിക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രീനറി ഉള്ള സ്റ്റേറ്റ് ആണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള, ഇന്ന് വരെ കഴിഞ്ഞ ഒരു 25 വർഷത്തെ അല്ലെങ്കിൽ 40 വർഷത്തെ കാലഘട്ടം എടുത്താൽ 1 സെന്റിമീറ്റർ പോലും വനവിസ്തൃതി കുറഞ്ഞ ഒരു സംസ്ഥാനമല്ല കേരളം. ആ കേരള സംസ്ഥാനത്ത് വർഷങ്ങളായി കൈവശമിരിക്കുന്ന ഭൂമി അത് അവരുടെയാണെന്ന് പറയാം. ആദ്യം ആ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട 2023 കേന്ദ്ര വന ഭേദഗതി ആക്ട് എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഇത് ഞാൻ ഇന്ന് വരെയും നമ്മൾ ഈ വിഷയത്തിൽ മിണ്ടിയില്ല. പാർട്ടിയെ സംബന്ധിച്ചിട്ട് പാർട്ടിയും അത് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി പ്രതികരിക്കുന്ന പോലെ ഇതിനൊരു സമുദായപരമായ വിഷയമാക്കി അത് പള്ളി കൈകാര്യം ചെയ്യട്ടെ എന്നോർത്തായിരുന്നു. പക്ഷെ ഇന്ന് കാണിച്ച പൊക്കർത്തരം എന്ന് പറയുന്നത് അവിടെ കുരിശിന്റെ വഴി തടയുന്ന സാഹചര്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്തു. അത് ഗുരുതരമായ തെറ്റാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ലഹളയ്ക്ക് സാധ്യതയുണ്ടായിരുന്ന സാഹചര്യത്തിൽ അവിടെ കുരുത്തോല പ്രദർശനത്തിന് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അനുമതി നിഷേധിച്ചപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അതിനെ സംബന്ധിച്ച് ട്വീറ്റ് ചെയ്യുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി സ്വന്തം അയാളുടെ തലയ്ക്ക് കീഴെ, അയാളുടെ കീഴെ ഉള്ള വകുപ്പില് ഇത്തരത്തിലുള്ള പോക്കർത്തരം ഈ തൊടുപുഴയിൽ പൊമ്മൻകുത്തിൽ നടന്നിട്ട് അദ്ദേഹത്തിന് മിണ്ടാനില്ല. മുഖ്യമന്ത്രിയുടെ നിലപാടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എല്ലാവരുടെയും മെയിൻ പരിപാടി ഇതല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വടക്കേ ഇന്ത്യയിലോട്ട് നോക്കുക. വടക്കേ ഇന്ത്യയിൽ എന്ത് നടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. കേരളത്തിൽ ഇവരുടെയൊക്കെ മൂക്കിന് താഴെ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറല്ല. അല്ല ഷോണ, ഈ കുരിശ് പലതരത്തിലും കയ്യേറ്റ ഭൂമികളിൽ സ്ഥാപിക്കാൻ പല നീക്കങ്ങൾ നമ്മൾ ഇടുക്കിയിലെ പല മേഖലകളിൽ കണ്ടതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഈ പറഞ്ഞതുപോലെ അനധികൃതമായി കയ്യേറുന്നതാണ് എന്ന രീതി വന്നിരുന്നു. കുരിശിനെ അത്തരത്തിൽ അനധികൃതമായി ഉപയോഗിക്കുന്നവരുമുണ്ട്. അല്ല, അത് ആ കാര്യത്തിൽ കൃത്യമായ വ്യക്തമായ നിലപാട് പറയല്ല. അനധികൃതമായി കാണുന്നിടത്തൊക്കെ കൊണ്ട് കുരിശ് സ്ഥാപിക്കുന്നതിനൊന്നും യോജിക്കുന്നവരല്ല നമ്മൾ. അതൊന്നും ആവശ്യമില്ല. കാരണം ക്രൈസ്തവ സഭയ്ക്ക്, സഭയെ അറിഞ്ഞോ, ഞാൻ കൃത്യമായി തന്നെ പറയാം, സഭയെ അറിഞ്ഞോ പള്ളി അറിഞ്ഞോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാറില്ല. ഇത് ഏതെങ്കിലും വ്യക്തികള്, ചിലപ്പോൾ ചില വ്യക്തികൾ അവരുടെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. ചിലർ അങ്ങനെ പലതിനെയും കുരിശിനെ അങ്ങനെ പലതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ പട്ടയങ്ങളോ അല്ലെങ്കിൽ ഇതിനകത്ത് കൃത്യമായ അധികാരങ്ങളോ ഇല്ലാതെ, വസ്തുവിൽ കൃത്യമായ ഓണർഷിപ്പ് ഇല്ലാതെ ഒരു കാരണവശാലും സഭ അറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല. അല്ല, അത് സഭയുടെ പേരിൽ എന്തെങ്കിലും ആരെങ്കിലും ചെയ്ത് അത് മുഴുവൻ കുരിശിന്റെ, പണ്ട് ഇവർ തന്നെ പറഞ്ഞത് കുരിശിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ കുരിശിന്റെ കച്ചവടം, വസ്തു കച്ചവടത്തിന് വേണ്ടി കുരിശ് സ്ഥാപിക്കുന്നവരുണ്ടായിരുന്നു. അതിനൊന്നും ഉത്തരം പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അനധികൃതമായി സ്ഥാപിച്ച കുരിശുകളെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാറ്റിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ കുരിശ് ഈ വസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. നാളെ കഴിഞ്ഞുമായി ഈ വസ്തുവിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച കേരള സമൂഹത്തിൽ നടക്കും. അവിടെ എന്താണ് അതിന്റെ ടൈറ്റിൽ എന്താണ്, അതും ഇപ്പോൾ വന്നായിട്ട് 2023 കേന്ദ്ര നിയമപ്രകാരം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവര് പറയുന്നത് ശരിയാണ്, കട്ടപ്പന ടൗണിൽ ആർക്കും നിൽക്കത്തില്ലല്ലോ. ഇവര് പറയുന്നത് ശരിയാണെങ്കിൽ കട്ടപ്പന ടൗണിൽ ഒരു കെട്ടിടങ്ങൾ പോലും പ്രവർത്തിക്കാൻ കഴിയില്ല. മുഴുവൻ കെട്ടിടം പൊളിച്ചു മാറ്റി കട്ടപ്പന ടൗൺ അത് വനഭൂമിയായി ചിത്രീകരിക്കണം. അവിടെ എന്തുകൊണ്ടാണ് ഈ മലയോര കർഷകർക്ക്
കൃത്യമായി 1977 മുമ്പ് കുടിയേറിയിട്ടുള്ള മുഴുവൻ മലയോര കർഷകർക്കും വനഭൂമി അല്ലെങ്കിൽ നിലവിൽ വനഭൂമിയായി നിലനിൽക്കുന്നില്ല എങ്കിൽ അത് മറ്റൊരാളുടെ കർഷകന്റെ കൈവശമായി ഇത്ര വർഷത്തിൽ കൂടുതൽ 77 മുമ്പായി കൈവശമുള്ള ഭൂമിയാണെങ്കിൽ അത് കർഷകന് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാർ വന ഭേദഗതി നിയമത്തിൽ അത് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ആ നിയമം എടുത്തൊന്ന് വായിച്ചു നോക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ അതിന് ബാക്കി നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ മുമ്പിലുണ്ടാവും. ശരി, നന്ദി ഷോൺ ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ കെവിൻ പീറ്റർ, ശ്രീ